ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ചെറുപഴം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്കസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. കസ്കസ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി ഇതിന് വേണ്ടിയിട്ട് 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവൻ പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് എത്രത്തോളം തിക്നെസ് നമുക്ക് ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ പഴം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ബദാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബദാം 10-12 എണ്ണം എടുത്താൽ മതിയാകും. ബദാം അല്പനേരം വെള്ളത്തിൽ കുതിർത്ത് അതിന്റെ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബദാമിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/2 കപ്പ് പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബദാമും പഴവും നല്ലതുപോലെ അരഞ്ഞു കിട്ടാതെ വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാൽ ചേർത്ത് കൊടുക്കാം. ബാക്കി പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു ഞാലിപ്പൂവൻ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ ക്യാരറ്റ് ആണുള്ളതെങ്കിൽ അതിന്റെ പകുതി മതിയാകും കേട്ടോ. ഇനി നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കസ്കസ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ഏലക്കയാണ് കേട്ടോ പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 1 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക് ആണിത്. ഇത് കുടിക്കുമ്പോൾ നല്ല റീഫ്രഷിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.